അനിലും ആകാശും ഒരുമിച്ച് പഠിച്ചു തുടങ്ങിയത് 5ാം ക്ലാസ്സിൽ വെച്ചാണ്. ആദ്യ ദിവസം തന്നെ ഇരുവരെയും കുട്ടികൾ പരിഹസിച്ചു. ഒരാൾ ഉണക്കക്കമ്പ്, മറ്റൊരുത്തൻ തടിയൻ. അതേ ദിവസം 2 പേർക്കും ബസ് നഷ്ടപ്പെട്ടു. ഒരുമിച്ച് നദിക്കര വഴിയായി നടക്കുമ്പോഴാണ് സൗഹൃദത്തിന് തുടക്കമായത്. അന്നു മുതൽ അവരെ വേർതിരിക്കാൻ കഴിഞ്ഞത് ഇംഗ്ലീഷ് മാത്സിൻ്റെ ദിവസം മാത്രം. കോളേജ് വരെ അവർ ഒരുമിച്ച് പഠിച്ചു. പക്ഷേ കോളേജ് കഴിഞ്ഞപ്പോൾ ജീവിതം ആകെ മാറി. അനിൽ വിദേശത്ത് ജോലി തുടങ്ങി. ആകാശ് സ്വന്തമായൊരു ബിസിനസ്സിൻ്റെ തിരക്കിൽ. ഇരുവരും വിളിക്കാതിരിക്കുക പതിവായി. ഒരു ദിവസം അനിലിൻ്റെ അച്ഛൻ ഹൃദയാഘാതം മൂലം ആശുപത്രിയിലായി. ആശുപത്രിയിൽ സഹായത്തിന് പോലും ആരുമില്ല. അനിലിന് ആദ്യം സഹായത്തിന് വിളിക്കാൻ തോന്നിയത് ആകാശിനെയാണ്. നിനക്ക് തിരക്കാണെന്നറിയാം, പക്ഷേ അവൻ കാര്യങ്ങൾ പറഞ്ഞു. ഒട്ടും ആലോചിക്കാതെ ആകാശ് പറഞ്ഞു, നിനക്ക് ഞാനില്ലേ, വിഷമിക്കേണ്ട. അതേ രാത്രി അനിൽ 2 മണിക്ക് ആശുപത്രിയിലെത്തി. ആകാശിനെ അവൻ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നാളുകളായി നമ്മൾ സംസാരിച്ചിട്ടെങ്കിലും നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു. സമയം പോലും നോക്കാതെ നീ വന്നല്ലോ. ചില സുഹൃത്തുക്കളോട് സംസാരിക്കാൻ സമയം നോക്കേണ്ടതില്ല. ഒരു വെളിപ്പാടകലെ അവൻ എന്തിനും ഏതിനും കൂടാനുള്ള അത്രയും ആത്മാർത്ഥത. അത് നല്ല സൗഹൃദങ്ങളിൽ മാത്രമേ അനുഭവിക്കുവാൻ സാധിക്കൂ.